ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിതാ നനച്ചുലയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഫൺ വേൾഡ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മക്കൾക്ക് ദോശയും തലേന്നുള്ള മീൻകറിയുമാണ്. മക്കൾ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ചെയ്ത് നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ മോന് അവൻ്റെ ലഞ്ച് ബോക്സിൽ തന്നെ ഇല വെച്ചിട്ട് പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത്. മോള് ഇലയിൽ തന്നെ പൊതിഞ്ഞ ഇലയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗിൽ വെക്കാൻ വയ്യല്ലോ. അപ്പോൾ അവൻ്റെ കിച്ചണിലൊന്ന് വെക്കുമോ ചോദിച്ച സമയത്ത് ആൾ സമ്മതിക്കുന്നില്ല. അതിനുള്ള അടിയാണ് ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ അവസ്ഥ, പൊതിച്ചോറുണ്ടാക്കിയ ആ രാവിലത്തെ ഹറിബറി ആ തിരക്കിൻ്റെ ഇടയിൽ കിച്ചണൊന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അവർ പോയതിനു ശേഷമാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ കരുതി ഏതായാലും അവർ പൊതിച്ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോള് ഇല വെട്ടി കൊണ്ടുവന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും ഓരോ ഇല വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ഞങ്ങൾക്കും പൊതിച്ചോറാക്കാമെന്ന് കരുതിയിട്ട് എനിക്കും ഉമ്മാക്കും പൊതിയാണ് ചോറ്. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. ഇവിടെ മോള് കുറേ ദിവസമായിട്ടാണ് പറയുന്നത് പൊതിച്ചോറ് എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, അമ്മ എനിക്ക് വേണമെന്ന്. ഞാനാണെങ്കിൽ രാവിലത്തെ നമുക്ക് ആ തിരക്കിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നീ കൂടെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ സമയത്ത് അവളാണ് കേട്ടോ പൊട്ടാറ്റോ കട്ട് ചെയ്ത് തന്നതും ചമ്മന്തിക്കുള്ള തേങ്ങ ചിരക്കി തന്നതും തക്കാളി അരിഞ്ഞതും ഒക്കെ. അതുകൊണ്ട് തന്നെ വലിയ ഭാരം ഉണ്ടായില്ല. പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. പൊതിയാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റി. അത് കൂട്ടത്തിൽ ഞങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരി. അങ്ങനെ മുറ്റടിക്കൽ കഴിയുന്നതിന് മുന്നേ തന്നെ ഇക്കൊന്ന് വിളിച്ചു. കുറച്ച് സമയം ഇക്കാനായിട്ട് ഞാൻ സംസാരിച്ച് വന്നപ്പോഴേക്കും ലേറ്റായി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ബറാത്ത് രാവിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇന്നലെ ഗസ്റ്റ് റൂമിൽ സിറ്റ് ഔട്ടൊക്കെ ചെയ്തു. ഇന്ന് ഹാള് ചെയ്യാമെന്ന് കരുതി. ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടു. അതിനുശേഷം കേർട്ടൻസ് എടുത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഹാളാണല്ലോ നമ്മളിന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ടേബിളും ചെയറും ഒക്കെ സെൻറ്ററിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ജനലൊക്കെ ഒന്ന് തുടക്കാനോ വെള്ളം തെറിക്കേണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ആദ്യം തന്നെ മറാല തട്ടുവാണ്. വലിയ മറാലൊന്നും ഇല്ലായിരുന്നു, എന്നാലും ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തട്ടി. മറാല തട്ടിയ ശേഷം ആ തട്ടിയിട്ട പൊടി ഉണ്ടല്ലോ അതൊന്ന് ഞാൻ അടിച്ചെടുക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ വെള്ളം എത്തിക്കഴിഞ്ഞാലും അവിടെ അങ്ങനെ ചളിയാവാതെ നിൽക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ 1-2 പേരെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ക്ലീൻ ചെയ്യുന്ന സമയത്ത് മുഖം കുറച്ചുകൂടെ മാസ്ക് ഇട്ടൂടെ എന്നൊക്കെ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതും നമ്മളെ വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ഇടുന്നതൊക്കെ. വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഞാൻ പറയുവാണ്. എനിക്കത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഒന്നാമത് എനിക്ക് പൊടി അലർജി ഇല്ല, അൽഹംദുലില്ലാ. പിന്നെ ഈ മുഖം മറിച്ച് പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. ശ്വാസം കിട്ടാത്ത പോലെയും എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണ്. മുഖമൊക്കെ ഒന്ന് ഡ്രൈ ആവും, ലിപ്സൊക്കെ ഡ്രൈ ആവും. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. പിന്നെ എന്ന് കരുതി ഞാനീ പറയുന്ന പോലെ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നമ്മളെപ്പോഴും ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. പൊടിയും കാര്യങ്ങളും അലർജി ഇല്ലെങ്കിലും നമ്മളൊരു നമ്മളെ സെൽഫ് കെയർ എന്ന രീതിയിൽ ചെയ്യുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കെന്തോ അത് ഡിസ്കംഫേർട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് നമ്മളെ തെറ്റുകളും അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തെല്ലാം ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സംഗതികളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം വ്യൂവേഴ്സ് ആയിട്ടുള്ള ഒരു 3-4 പേരുണ്ട്. അവർ നമുക്ക് വീഡിയോസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെ ജഡ്ജ് ചെയ്യാനും നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് ഓരോ ഹിൻറ്റ് തരാനും ആളുകളുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരെ ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. തുടർന്നും ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മളെ വിരലിലുണ്ടാവുന്ന ആളുകളാണെങ്കിലും നമ്മളെ വീഡിയോസ് ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒന്നാമത് നമ്മൾ ഇതിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്, സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. അപ്പം അതിനിടയ്ക്ക് നമ്മളെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
എൻ്റെ സംസാരം ഒരുപാട് മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ പണികളും മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ വാഷ് ബേസിൻ മറ്റൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞു. അപ്പോൾ അതാ ഇനിയിപ്പോൾ ചുമരൊന്ന് ക്ലീൻ ചെയ്യാണ്. വേറെ റൂമിലെ ചുമരുകളൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഹാളിൽ മാത്രമാണ് ക്ലീൻ ചെയ്തത്. അത് ഈ ഒരു മഫ് ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഞാൻ ഇന്നലെ ചപ്പാത്തി കുഴക്കുന്ന ആ ഒരു സിലിക്കോൺ ബാഗ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും വാങ്ങി വെക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു മഫ് എന്ന് പറയുന്നത്, ഈ ഒരു സ്പിൻ മഫ്. ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് 2 സെറ്റ് ഉണ്ട് ഇതിൻ്റെ നൂല്. അപ്പം ഒന്ന് കിച്ചണ് തുടക്കാൻ വേണ്ടിയിട്ട്, നല്ല ചളിയുള്ള ഭാഗങ്ങളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഒന്ന് പിന്നെ അകം വലിയ ചളിയില്ലാത്ത സമയത്തൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചുമരകളൊക്കെ ക്ലീൻ ചെയ്തത്. ആദ്യം നല്ല വെള്ളത്തിൽ നല്ലപോലെ വൈപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് സ്പിൻ ചെയ്ത ശേഷം ആ വെള്ളം ഒന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ ചുമര് നന്നായിട്ട് വൃത്തിയാവും. നമ്മൾ ക്ലോത്ത് ഇട്ട് തുടക്കുന്ന പോലെ തന്നെ വൃത്തിയാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്താൽ ഈ ചുമരുമ്മലും പൊടി പറ്റി പിടിക്കുമല്ലോ, അതൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു മഫ് തുടക്ക സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ. പിന്നെ അതങ്ങ് വഴങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ 1-2 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കാൻ കേട്ടോ, നല്ല ഉപകാരത്തിൽപ്പെടും എന്നുള്ളത്. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഉമ്മ പിന്നെ നേരത്തെ കഴിച്ചു കേട്ടോ. ഞാൻ ലേറ്റായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇക്ക ഒന്നും കൂടെ വിളിച്ചു. അപ്പോൾ അതൊക്കെ സംസാരം കാര്യം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിച്ച് ജസ്റ്റ് ഒന്ന് കിടന്ന്, പിന്നെ അന്ന് ബറാത്തിൻ്റെ രാവാന്നല്ലോ, എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നിസ്കരിച്ചതിന് ശേഷം കിച്ചണിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ക്ലീൻ ചെയ്യാനുള്ളൊരു ഭാഗമാണിത്. ഇതും ഈ സ്റ്റോർ റൂമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയം പോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡാണ് കേട്ടോ പൊരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. രാവിലെ പ്ലാനൊക്കെ ഇട്ടത് അതിനായിരുന്നു. പക്ഷേ ഈ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി. പിന്നെ നല്ല ടയേർഡുമായി. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എടുക്കുമല്ലേ. ഈ പണി മാത്രമല്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിനിടയിൽ കൂടെ നോക്കുന്നില്ലേ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ടയേർഡായി. പിന്നെ ഇലയട ഉണ്ടാക്കാനുള്ള മൂഡൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദ് വരും കേട്ടോ, അപ്പോൾ അവർക്കും കൊടുക്കണം. അങ്ങനെയാണ് ബ്രെഡ് പൊരിക്കാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ അന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളൊക്കെ എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അന്നേ ദിവസം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് നല്ല ടയേർഡായിരുന്നു. വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ അന്ന് ചെറിയ വീഡിയോ ആണ്, അത്ര ഭാഗങ്ങളെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈവനിങ് വ്ലോഗായിട്ട് എടുക്കാനൊന്നും ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ് മക്കൾക്ക് ചായ കൊടുത്തിട്ട് ഞാൻ പോയി ഒന്ന് കിടന്നു. അതിന് മുന്നേ വീടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. വീടൊന്ന് നോക്കിയതിന് ശേഷം പോയിട്ട് ഞാൻ കിടന്നു. പിന്നെ വീഡിയോ നിർത്തിയില്ല. ഇനി പാർട്ട് 3 ആയിട്ട് ഞാൻ വരാം.